42ാമത്തെ പ്രചോദന ബുക്കിന്റെ ഡിസ്കഷനാണ്. ഒരു സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രചോദന ബുക്ക് ക്ലബ്ബ് പോലെ വായനയെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൊറോണ സമയത്ത് ആരംഭിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടെന്നാണ് ലൈബ്രറി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, അതിൽ നിന്ന് ആർട്ട് ഓഫ് ലേസ്നെസ് എന്ന് പറയുന്ന നമ്മൾ 42ാമത്തെ ബുക്കായിട്ട് വായിച്ച ഒരു ബുക്കിന്റെ ഒരു ബേർത്ത് എന്ന് പറയുന്നത്. ശബ്ദം കുറവാണല്ലോ ഉഷ. കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം കുറവാ. ഇപ്പൊ കൂടിയോ? പറഞ്ഞോ. ഇപ്പൊ ഓഡിയബിൾ ആണോ മാം? കേൾക്കാവോ? ഓക്കെ. അപ്പോ ഇത് വായിച്ചപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മടിയെ കുറിച്ച്, പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് ഇതിനെങ്കില് അത്രയും കോമൺ ആണല്ലേ മടി എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു വിഷയമായിട്ട് ഇത്രയധികം ചർച്ചയിൽ വരികയും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഒരു പുസ്തക രൂപത്തിൽ അത് വരിക എന്ന് പറയുന്നതിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആദ്യത്തെ കുറച്ച് ഭാഗം ഇൻട്രൊഡക്ഷനും ഇതൊക്കെയാണ് ഓഡിയോ ബ്രീഫിംഗിൽ ചെയ്തിട്ടുള്ളത്. തുടക്കത്തെ ഭാഗം ചെയ്തിട്ടുള്ളത് നമ്മൾ വാട്ട് ഇസ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ബീയിങ് ഇൻ എ മെഡിക്കൽ ഫീൽഡ് നമ്മൾ ആ ഒരു നീട്ടി വെക്കുന്ന സ്വഭാവം ഓരോ വ്യക്തികൾക്ക് ഉള്ളത് കൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ. നമുക്കറിയാം, നമ്മുടെ ഉറക്കമായാലും ഭക്ഷണമായാലും എക്സസൈസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് നമ്മളോട് തന്നെ അത് ചെയ്യുന്നുണ്ടോ? അതില്ലാത്ത കാരണം കൊണ്ടാണല്ലോ നമുക്ക് പല ലോകങ്ങളിലേക്കും നമ്മൾ ചെന്നെത്തണം. അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കാതെ we need to make that hard choice. എന്ത് ഹാർഡ് ചോയ്സ്? ടു ബി ഡിസിപ്ലിൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യും. വായനയെ സ്നേഹിക്കുകയും വായനയുടെ ഗുണവും അറിയുന്ന ഒരു പറ്റം ആൾക്കാരാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്ന ഈ പ്രചോദന ബുക്കിൽ. അപ്പൊ നമ്മൾ കൂട്ടായിട്ട് മുന്നോട്ട് ഈ വായനയുടെ യാത്ര തുടങ്ങുമ്പോൾ ഈ ഒരു ബുക്ക് നമുക്കൊരു ഗൈഡ് പോലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇതില് പറയാത്തതും ബുക്കില് ഓഡിയോയില് പറയാത്തതും ഞങ്ങളൊരു ഉഷ ഇടയ്ക്ക് ശബ്ദം പോണല്ലോ ഉഷ. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യണയാണോ എല്ലാവർക്കും ഉണ്ടോ? മാമിന്റെ സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്യാമോ? ഇവിടെ ക്ലിയർ ആണോ മാം? അതെയോ? ഓക്കെ കണ്ടിന്യൂ. ഇടയ്ക്ക് വോളിയം കുറയുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് വോളിയം കുറയുന്നുണ്ട്. ആണോ? ഞാന് ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം പക്ഷെ കുറച്ച് പെയിലായിട്ടാണ് കേൾക്കണത്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ മാറ്റാൻ ശ്രമിക്കാം. എനിക്ക് അല്ലാതെ ഇപ്പൊ പറയുന്നതിന്റെ ഇൻ ബിറ്റ്വീൻ എനിക്കത് മാറ്റാൻ അറിയുന്നില്ല. ഓക്കെ ഉഷ. ഓക്കെ, അതായത് നമ്മൾ എന്തുകൊണ്ട് പല കാര്യങ്ങളും നീട്ടി വെക്കുന്നു? നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നു. ബട്ട് ആ ഒരു ലോങ് ടേമിലേക്ക് കണ്ടുകൊണ്ട് എക്സസൈസിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ കിട്ടുന്നതാണ് അല്ലെ. അല്ലാതെ നമുക്ക് ഇമീഡിയറ്റ്ലി നമ്മൾ ഇന്ന് എക്സസൈസ് ചെയ്യുന്ന ഇന്ന് അതിന്റെ ഗുണം കിട്ടുക എന്ന് നമ്മൾ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇരുന്ന് ടി വി കാണുകയാണെങ്കിൽ, അതെ മൊബൈൽ നോക്കുകയാണെങ്കിൽ, അതെ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ അത് ഇരുന്നോടത്ത് ഇരുന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എഴുന്നേറ്റ്
നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിലും കൈയും കാലും അനങ്ങുന്ന രീതിയിലും ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നതിന് എഫേർട്ട് വേണം. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് നേരിട്ട് ഇങ്ങനെ പെട്ടെന്ന് കാണുന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ പല കാര്യങ്ങളും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യണേന്റെ, നാളെ നീളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നതിന്റെ കാരണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു? ആക്ഷൻ ഇസ് ഈക്വൽ ടു, പ്രോക്രാസ്റ്റിനേഷന്റെ ഇക്വേഷൻ ആണ് കേട്ടോ പറയണേ, ആക്ഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഔട്ട്കം. വാട്ട് ഇസ് അവർ എക്സ്പെക്ടേഷൻ? ഈ ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രചോദന ബുക്ക് ക്ലബിന്റെ ഭാഗമായിട്ട് ബുക്ക് വായിക്കുന്നു, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നു, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ഓഡിയോസ് കേൾക്കുന്നു, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റുകൾ നമ്മൾ എഴുതി വെക്കുന്നു, മനസ്സിലാക്കുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഇസ് അവർ എക്സ്പെക്ടേഷൻ ഫ്രം പ്രചോദന ബുക്ക് ക്ലബ്? അത് ഒരു നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. ഇനി ദാറ്റ് വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് വാല്യൂ ഓഫ് ഔട്ട്കം. ഇത് പലവരും നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതിലെ ചെറിയ ചെറിയ ആശയങ്ങള് ഞങ്ങളുടെ ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ വാല്യൂ, നമ്മുടെ സെൽഫ് വർത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. സോ പ്രോക്രാസ്റ്റിനേഷന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ആക്ഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഔട്ട്കം ഇൻറ്റു വാല്യൂ ഓഫ് ഔട്ട്കം. ഇനി ഡിവൈഡഡ് ബൈ ടൈമിംഗ് ഓഫ് ഔട്ട്കം. അതാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടാണ് അതിന്റെ ഗുണം കിട്ടുന്നത്, അതൊരു ലോങ് ടേമിലേക്കാണോ? ഈ ഔട്ട്കമിന്റെ ടൈമിംഗ് എപ്പോഴാണ്? നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ തോന്നി, ഭക്ഷണം കഴിച്ചാൽ അപ്പൊ തന്നെ റിവാർഡ് കിട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സില് മൊബൈലിൽ ഒരു ഗെയിം, നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ടൈമിംഗ് ഓഫ് ഔട്ട്കമിന് ഒരു ഡിലേ ഇല്ല, അപ്പൊ തന്നെ കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വീണ് പോകുന്നത്. ഇനി ആൻഡ് ടോളറൻസ് ടു ഡിലേ എന്നുള്ളതാണ്. സോ ഞാൻ ഇക്വേഷൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ആക്ഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഔട്ട്കം ഇൻറ്റു വാല്യൂ ഓഫ് ഔട്ട്കം ഡിവൈഡഡ് ബൈ ടൈമിംഗ് ഓഫ് ഔട്ട്കം ഇൻറ്റു ടോളറൻസ് ടു ഡിലേ. ബുക്ക് വായിക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടുന്ന കാര്യമല്ല. ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ബുക്ക് ഏതായിരുന്നു, ഇന്നർ ബാറ്റിൽസ് പറഞ്ഞ ബുക്ക് പ്രേമ മാഡം വായിച്ച ഭാഗത്ത് നമ്മുടെ ചുറ്റും എക്സസ് ഓഫ് ഒരുപാട് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ കോഴി ചിക്കി അരി പെറുക്കി എടുക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊത്തിയെടുക്കാം, നമുക്ക് സാധിക്കണം എന്ന് പ്രേമ മാഡം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള നമ്മൾ ചില ആൾക്കാർ ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് നമ്മുടെ റീഡിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും അത്. സോ നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ നമ്മൾ വീണ് പോകാതെ ആ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അതോ പേർപ്പസ് ഡ്രിവൻ ആയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഇനി നിങ്ങൾ ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട്, ഇപ്പൊ രഞ്ജിനി ചേച്ചി പറഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിലും അതെ, അഞ്ജു പറഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിലും അതെ, ശ്രീലേഖ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിലും അതെ, വളരെ രസകരമായിട്ട് ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെ അടുത്തും ആണെങ്കിലും അതെ, നമ്മുടെ ബുക്ക് ക്ലബ് മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെ അടുത്തോ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതൊക്കെ തിയോറിറ്റിക്കലി നമുക്ക് പഠിക്കാം, ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കറിയാം എന്താ, നല്ല മധുരമുള്ള ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ക്രീമിംഗ് ഉണ്ട്, നമ്മളത് കഴിക്കണോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നു. പക്ഷെ അത് ഡിലേ ചെയ്ത് ഒരു സൂപ്പ് കുടിക്കുക, അല്ലാതാണെങ്കിൽ കഞ്ഞി കഴിക്കുക, ചെറുപയർ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലവിധ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ മടി മാറ്റാനായിട്ട് നമുക്ക് ഉപകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ എന്നുള്ളതും കൂടി നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് ഡ്രെയിൻഡ് ഔട്ട് ആണ്, എനിക്ക് ഒട്ടും എനർജി ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താ മടി തോന്നുന്നുള്ളപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അത് ഒരു കുഞ്ഞു സ്പീക്കർ എന്ന് പറയുന്നത്, അത് ഇപ്പോ എന്റെ പാരന്റ്സിൽ ഉണ്ട്, ഞാൻ എന്റെ ചേച്ചിന്ന് പഠിച്ചിട്ടുള്ളതാ ചെറുതില്. കാരണം ചേച്ചിയുടെ ചുറ്റും എപ്പോഴും എന്ത് പഠിക്കുകയാണെങ്കിലും സൈഡിൽ മ്യൂസിക് ഉണ്ടാവുമായിരുന്നു. അതിൽ നിന്ന് കണ്ട് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കണ്ടു പഠിക്കുന്നതാണല്ലോ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോ അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴാണെങ്കിലും അതെ, തുണി നടക്കുമ്പോഴാണെങ്കിലും അതെ, നമുക്കങ്ങനെ ബോറിംഗ് ആയിട്ട് മടി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മടിയില്ലാതെ
ആക്ടിവേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ അല്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂർക്ക നന്നാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കൂർക്ക നന്നാക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യാൻ സഹായിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റുകൾ കേൾക്കുമ്പോഴാണ്. അപ്പൊ ഇൻഫർമേഷനും കൂടെ ഉണ്ട്, മെക്കാനിക്കൽ ജോലി നടക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മടി മാറ്റാനും എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സഹായകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് സഹായകരമായിട്ടുള്ള ഒരു ടിപ്പും കൂടി പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ സെക്കൻഡ് പാർട്ട് രജനി ചേച്ചി. താങ്ക് യു ഉഷ ഫോർ ദ വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. ഈ ബുക്കില് ആർട്ട് ഓഫ് ലേസിനെസ്സിനെ ഉദാത്തവൽക്കരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയതാണ് വായിക്കാൻ. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എങ്ങനെ ലേസിനെസ്സിനെ ശരിക്കും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാം, നമ്മുടെ ലൈഫിൽ നിന്ന് അടിച്ചിറക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ ഉഷക്കുട്ടി പറഞ്ഞ പോലെ ഈ ലേസിനെസ് വരുന്ന സമയത്ത് ഈ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഐ ഗോ ഫോർ എ വാക്ക്. ഓക്കെ, അതിൽ നിന്നൊന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഞാനിപ്പോ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റിംഗിൽ പ്രധാനമായിട്ടും ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ് വി ഡു ഇറ്റ് ഇൻ ചങ്ക്സ്. അപ്പൊ 1 എഴുതും 2 എഴുതും ഫിനിഷ് ചെയ്യും. ദെൻ ഉടനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ചെയ്ത് ഒന്ന് പുറത്തു പോയി ഒന്ന് കഥകൾ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മൈൻഡോടുകൂടി വേണം അതിനെ നോക്കാനായിട്ട്. ഇത് റൈറ്റിംഗിൽ മാത്രമല്ല എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടു, ഇഫ് എ ഡിസിഷൻ ഹാസ് ടു ബി മെയ്ഡ് നൗ, അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ മാക്സിമം ഡിലേ ചെയ്തിട്ട് ഡിസിഷൻ എടുത്താൽ മതി. പക്ഷെ അത് ഇറിവേഴ്സിബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ഇത് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഐ തിങ്ക് ഐ മെസ്ഡ് ഇറ്റ് അപ്പ്. ഓക്കെ, അത് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ വായിച്ചിട്ട് അത് പറഞ്ഞുതരാം. എനിഹൗ, നമ്മളുടെ ഈ മടി കളയാനായിട്ടുള്ള കുറേ അധികം ടിപ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ബുക്കില് എനിക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഓൺ റൈറ്റിംഗ്സ് ആണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് ചില ആൾക്കാർ പറയും, ഞാൻ എന്റെ കോർപ്പറേറ്റ് ജോബിൽ സ്ലോഗ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ തുറക്കുമ്പോൾ ഒരുപാട് പ്രൊഡക്ടിവിറ്റി മെന്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്യണം, ടൈം മാനേജ്മെന്റ്, പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം ചില ആൾക്കാർ സ്പെസിഫിക്കലി ദേ ആർ ഫോക്കസിങ് ഓൺ കോർപ്പറേറ്റ് ആൾക്കാർ. അപ്പൊ എന്താണ് ഈ കോർപ്പറേറ്റിന് എന്താണ് കുഴപ്പം? അപ്പൊ ഡസ് ദാറ്റ് മീൻ ദാറ്റ് കോർപ്പറേറ്റിൽ അല്ലാത്ത ആൾക്കാർക്ക് ഈ മടിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലേ? പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, when the going gets tough, that's when we say excuses, we feel lazy, we fill our life with low priority task. അപ്പം ഒബ്വിയസ്ലി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മെഷീനറിയാണ്. അതിൽ നമ്മൾ വെറും ഒരു പ്ലഗ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ബ്രിക്ക് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ മാത്രമല്ല നമ്മളുടെ ലൈഫിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ടൈപ്പ് പ്രൊഡക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്ലോഗ് ചെയ്യണമെന്നില്ല, യു ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. ഇഫ് യു ഫീൽ കണ്ടിന്യൂസ്ലി, ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്, യു ടേക്ക് എ ഡിവോഴ്സ് ഫ്രം ദാറ്റ്. അത് കല്യാണത്തിന് മാത്രമല്ല, ജോബിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് പോലെ ജസ്റ്റ് കട്ട് ഇറ്റ് ഓഫ്, സ്റ്റാർട്ട് ന്യൂ, സ്റ്റാർട്ട് എഫ്രഷ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ജോബ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പേടി കാരണം അല്ലെങ്കിൽ വിഷമം, ബുദ്ധിമുട്ട്, അത് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അത്രയും ട്രോമാറ്റിക് ആയതുകൊണ്ട് അദ്ദേഹം CV പോലും ശരിയാക്കാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, CV ഞാൻ ചെയ്തു തരാം, ഡോണ്ട് വറി അബൌട്ട്, ബട്ട് ഹി ഡസ്. അങ്ങനെ ഒരു ജോബിൽ പ്രോബ്ലമായി, എങ്ങനെയോ ഒരു 10-18 വർഷം കൊണ്ട് വേറൊരു ജോബിൽ കയറി. അവിടെ ഇരുന്ന് ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവിടെ പ്രോബ്ലമായി. ഇവിടുന്ന് പ്രോബ്ലം ആയിട്ട് നെക്സ്റ്റ് ജോബിലേക്ക് കയറണം. പക്ഷെ എന്ത് ചെയ്താല് ഭയങ്കര റെസിസ്റ്റൻസ് ആണ്. എന്ത് ചെയ്യും? എന്താണെന്ന് വേണ്ടില്ല, വെട്ടൊന്ന് മുറി 2 കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു, വേറൊരു ജോബിൽ കയറി. സോ മച്ച് ഓഫ് അൺസർട്ടനിറ്റി, സോ മച്ച് ഓഫ് ഡിസ്റ്റർബൻസ്, ഉറക്കമില്ല രാത്രി. ബട്ട് ആ ഡിസിഷൻ ടു സ്റ്റോപ്പ് സംതിങ് ആൻഡ് സ്റ്റാർട്ട് എഫ്രഷ്, ഇറ്റ് വർക്ക്ഡ് വണ്ടേഴ്സ്.
ഞാൻ പറയുന്ന എല്ലാത്തിലും ഈ ഒരു റിസൾട്ട് കിട്ടുന്നല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ആ ഇഷ്ടമല്ലാത്തൊരു സാധനത്തിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സോ മച്ച് വണ്ടർഫുൾ റിസൾട്ട്സ് ഇൻ യുവർ ലൈഫ്. അപ്പൊ പിന്നെ അടുത്തത് പറയുന്ന ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. ഈ ലോ കീ വെർസസ് ഹൈ കോൺസെൻട്രേഷൻ വർക്ക്. അപ്പൊ അതായത് ഈ പെർഫെക്ഷനിസം താങ്ങാൻ പറ്റാണ്ട് ഇദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹത്തിന്റെ പേര് മൈക്കൽ ആഞ്ചലോ അല്ല, പിക്കാസോ ആണോ, പിക്കാസോ ആണെന്ന് തോന്നുന്നു. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, നെഞ്ചിലേക്ക് നിറയൊഴിച്ച് മരിച്ചു. ബിക്കോസ് പെർഫെക്ഷനിസ്റ്റ് ആണ് അങ്ങേയറ്റം. പക്ഷെ വേൾഡിന് അത് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചില ആൾക്കാർക്ക് ഈ പെർഫെക്ഷനിസം കൂടി 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 പിന്നെ അതൊരു ഒബ്സഷനായി മാറും. അങ്ങനെ ആവരുത്. ഇപ്പം നേരത്തെ ഉഷക്കുട്ടി പറഞ്ഞ പോലെ ഒരു വർക്ക്, ഒരു ലോ കീ വർക്കാണ്, കൂർക്ക നന്നാക്കണം, കൂർക്ക നന്നാക്കണം. അപ്പൊ അതിന് നമുക്കൊരു പോഡ്കാസ്റ്റിന്റെ സഹായം എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാം. എന്തെങ്കിലും ഇപ്പൊ വർക്കൗട്ട് ചെയ്യാണ്, ഒരു മ്യൂസിക് കേൾക്കാം. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നത്. ചെയ്യരുതെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ എനിക്കത് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ഫോർ മീ ദിസ് ഇസ് റെപ്പിറ്റേറ്റീവ്, സംതിങ് റെപ്പിറ്റേറ്റീവ് ഇസ് റിയലി ബോറിംഗ്. അപ്പൊ അങ്ങനെ ഈ ഹൈ കീ, അതായത് ഈ നമ്മൾ ചിലപ്പോൾ ഈ ഡോണ്ട് ബി പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില സമയത്ത് നമ്മൾ ഈ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ അത് അവോയ്ഡ് ചെയ്യും. ഐ വിൽ ഓൺലി ഡു വെൻ ഓൾ ദ തിങ്സ് ആർ പെർഫെക്റ്റ് അറൌണ്ട് മീ. ഐ വിൽ ഓൺലി ഡു തിങ്സ് ദാറ്റ് ഗിവ് പ്ലഷർ ടു മൈ സെൻസസ്. നോ, അത് പാടില്ല. ഈ സെൻസസിന് പ്ലഷർ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ പ്രൊക്കാസിനേറ്റ് ചെയ്യും, വീണ്ടും ലേസി ആയി, ഫൈനലി നമ്മൾ സ്ക്വയർ വണ്ണിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെയും ചിന്തിക്കും ഇന്ന് മുതൽ ഞാൻ എന്റെ തീസിസിൽ വർക്ക് ചെയ്തിരിക്കും. ബട്ട് ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ട് വന്ന റിസൾട്ട് എവിടെ? ബിക്കോസ് എവറി ഡേ യു ആർ റീസ്റ്റാർട്ടിങ്. എവിടെയെങ്കിലും ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മറികടന്നോട് മുന്നോട്ട് പോണില്ല. അവിടെയാണ് അതിന്റെ പ്രോബ്ലം. പിന്നെ ഇഫ് എ ഡിസിഷൻ ഈസ് റിവേഴ്സിബിൾ ദെൻ മേക്ക് ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇഫ് എ ഡിസിഷൻ ഇസ് റിവേഴ്സിബിൾ, മാറ്റാവുന്ന ഡിസിഷൻ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തോ, ഡിസിഷൻ എടുത്തോ, കുഴപ്പമില്ല, പിന്നെ നമുക്ക് മാറ്റാമല്ലോ എത്ര വേണമെങ്കിലും. വെൻ എ ഡിസിഷൻ ഇസ് ഇറിവേഴ്സിബിൾ, അതിനെ ഡിലേ ചെയ്യാം. നമ്മൾ പ്രചോദനയിൽ എപ്പോഴും പറയാറുണ്ട്, ആദ്യം ഷൂട്ട് ചെയ്യുക, ദെൻ നെയിം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ടു ഗെറ്റ് തിങ്സ് ഡൺ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെർഫെക്ഷനിസ്റ്റ് ആണ്. നമ്മൾ ആരും മറ്റുള്ളവരുടെ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ല. മീൻസ് ക്രിറ്റിസിസോ അല്ലെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. ഇത് ഇത്രയും തന്നെ ചെയ്യാൻ ഞാൻ പെട്ട പാടെന്താന്നുള്ളത് എനിക്കറിയാം. സ്റ്റാർട്ട് ആൻഡ് ദെൻ മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഫസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. ഞാൻ എപ്പോഴും എന്റെ ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിന്റെ യൂട്യൂബ് എടുത്തിട്ട് ഓൾഡസ്റ്റ് വീഡിയോ ഞാൻ നോക്കും. അപ്പോഴെനിക്ക് ഇയാൾ ഇത്രയും ബോറായിരുന്നു, പിന്നെ കുഴപ്പമില്ല, നമ്മളും ബോറായാൽ പ്രശ്നമില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഓൾ ദ മാസ്റ്റേഴ്സ് ഓക്കെ വെർ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ബിഗിനിങ്. ഭഗവാൻ കൃഷ്ണനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് നന്ദഗോപുരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ കുട്ടിയായിരുന്നു. കൃഷ്ണനും ചേട്ടൻ രണ്ടുപേരെ കൊണ്ടാക്കിയത്. അപ്പം മഹർഷി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് പഠിപ്പിക്കുക പ്ലീസ്. അതായത് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഈ പുള്ളി പോകുന്നത്. അന്ന് ബോർഡിംഗ് സിസ്റ്റം ആയിരുന്നല്ലോ, ഗുരുകുല വിദ്യാഭ്യാസം. അപ്പം ഈ വില്ല് വലിച്ചു കെട്ടിയിട്ട് അതിനെ ഒന്ന് അതിനൊന്ന് പിക്ക് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ വിറച്ചുപോയി, ഓടി ഒളിച്ചു പുള്ളി. അത്രയും പേടിത്തൊണ്ടനായിരുന്നു ആ ഭഗവാൻ. ആ ചെറിയ ഒന്നും അറിയാത്തൊരു നാദാൻ ബച്ചയാണ് ഒരു ഗുരു സാന്ദീപനി മഹർഷി വളർത്തി വലുതാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇല്ലാളി വീരനായി അദ്ദേഹത്തിന്റെ ബുദ്ധിയെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിച്ചിട്ടുള്ള ടൈമാണ് പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്കൊക്കെ ലൈഫ് ലോങ് ലേൺ ചെയ്യാനായിട്ടുള്ള ഓരോ ഉപാധികളാണ് നമുക്ക് ഈ കിട്ടുന്ന ബുക്കുകൾ, ഇതുപോലെ ഡിസ്കഷൻസ് എല്ലാം. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഡു ഇറ്റ്. നൈക്കിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ. അതുപോലെ തന്നെ ഡോണ്ട് ബി മീഡിയോക്കർ. ഡോണ്ട് ബി മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെർഫെക്ഷനിസ്റ്റ് ആവരുത്. ഇത് രണ്ടിന്റെ ഇടയ്ക്കൊരു പാത്ത് ഉണ്ട്. മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ. അപ്പൊ നമ്മൾ മീഡിയോക്കർ ആയിക്കോളും. ഇതാണ് മീഡിയോക്രിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. യു ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു ഡു, അല്ലെങ്കിൽ ഫോളോ ദ ക്രൗഡ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, ദിസ് ഇസ് ട്രെൻഡിങ്, സോ ലെറ്റ് മീ ഡു ഇറ്റ്. ഷുവർ ഷോട്ടാണ് വെച്ചാൽ റോസ്മേരി വാട്ടർ തലയിൽ ഒഴിക്കുന്നത് പറഞ്ഞ് എല്ലാവരും റോസ്മേരി വാട്ടർ ആയിരുന്നെ. അപ്പൊ
ഇത് ഒരുപാട് വെള്ളം തലയൊക്കെ ഒരു ഒഴിച്ച് ഞാൻ നീരിളക്കം വരും. ഇത് പറയാൻ ആർക്കെങ്കിലും അറിയണ്ടേ? എല്ലാരും ട്രെൻഡിങ് ആയി. ഇത് കുറെ കഴിയുമ്പോ ട്രെൻഡ്സ് ഒക്കെ ഡൈ ഓഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഏകപക്ഷീയമാണോ? എല്ലാരും ഒരേ കാര്യം ചെയ്യാം. So that's also mediocrity, because you are lazy to find something different out of it and change it and do. Everyday choice. അതാണ് നമ്മുടെ ലൈഫിലെ പെർഫെക്ഷൻ, നമ്മളെ പെർഫെക്ഷനിസ്റ്റ് ആക്കുന്നത്. ലിയോ ടോൾസ്റ്റോയ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റൈറ്റർ ആവും. അതിനുവേണ്ടി പുള്ളി ചെയ്ത ഒരേ ഒരു ജോലി എന്താ പറയുക, ഡെയിലി റൈറ്റ് ചെയ്യും, നിത്യവും റൈറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്യും, ഇത് തന്നെയായിരുന്നു പുള്ളിയുടെ പരിപാടി. ഇത് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന അത്രയും വർഷവും പുള്ളി ആരുമായിട്ട് സംസാരിക്കില്ലായിരുന്നു. ഈ ലെഡ് ഒരു മഹർഷിയെ പോലെ ഒരു ഐസൊലേറ്റഡ് ലൈഫായിരുന്നു പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊരു ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഹൈ ഇന്റൻസിറ്റി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പം ഐസൊലേഷൻ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ നോ ഗോൾ ഇൻ ലൈഫ്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ഗോൾസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ദേ നെവർ ഹാവ് ടു ഗിവ് ദെയർ ബെസ്റ്റ്. എന്തെങ്കിലുമൊക്കെ കൂടെ കൊടുത്താൽ മതിയെന്നേ. ഈ പോണിടത്തോളം പോട്ടെ എന്ന് പറയുന്ന ഒരു വേർഡിങ് ഉണ്ട് നമ്മുടെ നാട്ടില്. പോണിടത്തോളം പോട്ടെ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ഗോൾ. ഒന്നും വിഷനില്ല, ഇതിന്റെ അപ്പുറത്ത് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കതിൽ ഇംപ്രവൈസേഷൻ നമുക്ക് ചെയ്യാൻ അറിയുന്നില്ല. പിന്നെ തിങ്ക് ബിഗ്, നെവർ ഫിയർ ടു ഡ്രീം. ഡ്രീം ചെയ്യാനായിട്ട് നമ്മൾ മടിക്കരുത്, മറക്കരുത്. ഡു വാട്ട് യു ലൈക്ക്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ടിപ്സിന്റെ ആവശ്യമൊന്നുമില്ല, തന്നെത്താൻ എണീറ്റ് ചെയ്തോളൂ. കീ കൊടുത്ത് വെച്ച പോലെ ആയിരിക്കും. ഇപ്പൊ ഈ നമ്മുടെ APJ അബ്ദുൽ കലാമിനെ, മോഡിയൊക്കെ പറ്റി പറയും, മുझे लगता ही नहीं कि मैं काम कर रही हूँ. അവരങ്ങനെയാ പറയുന്നത്. എനിക്ക് ജോലി ചെയ്യാന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സഹജമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. ലൈഫ് ഓഫ് മീഡിയോക്രിറ്റി ഈസ് ഈസിയർ ദാൻ ലൈഫ് ഓഫ് ഹാർഡ്നെസ്. അതുകൊണ്ടാണ് എല്ലാവരും അത് ചൂസ് ചെയ്യുന്നത്. മീഡിയോക്കർ ആയിട്ട് ഇരുന്നാൽ പിന്നെ കുഴപ്പമൊന്നും ആരും പിന്നെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്റെ ബിസിനസ് പൊളിഞ്ഞു എന്നൊന്നും പറയാൻ വരില്ലല്ലോ. ഞാൻ എന്തായാലും ലോക്കി ആയിട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും മീഡിയോക്കർ ആൾക്കാർക്ക് മീഡിയോക്കർ റിസൾട്ട്സേ കിട്ടുള്ളൂ. അതാണ്. ബട്ട് ഇഫ് യു ചൂസ് എ ലൈഫ് ഓഫ് ഹാർഡ്നെസ്, ദ പാത്ത് ഇസ് സ്റ്റിൽ വർത്ത് ഇറ്റ്. ദ പാത്ത് ഇസ് സ്റ്റിൽ വർത്ത് ഇറ്റ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നും നമ്മളെ ലോകം ഓർത്ത് വെക്കാനുള്ള ലെഗസി ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. മിത്ത് ഓഫ് മൾട്ടി ടാസ്കിങ്. ഈ മൾട്ടി ടാസ്കിങ്ങിന് ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, ഇറ്റ് റിഡ്യൂസസ് ഫോക്കസ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ അമ്മമാര് മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എല്ലായിടത്തും കണ്ണെത്തണം, ഒരു കാര്യത്തിന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പല കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അവരുടെ ഫോക്കസ് റിഡ്യൂസ് ചെയ്യണ്ടോ? ഉണ്ട്, ബട്ട് ദേ ആർ ടാസ്ക് മാസ്റ്റേഴ്സ്, ദേ ഗെറ്റ് ഓൾ ദി തിങ്സ് ഡൺ. പക്ഷെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഫോക്കസ് വേണ്ട സ്ഥലത്ത് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അമ്മമാരും ടീച്ചേഴ്സും, ഇവരെല്ലാവരും ഒത്തിരി കാര്യങ്ങളും അവർക്ക് ഒരുപാട് കൈകളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും ചിലപ്പോൾ. ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം കോൾ എടുക്കും. ഇപ്പൊ ഞാൻ വളരെ സങ്കടകരമായിട്ട് ഞാൻ ഒരിക്കൽ കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. US ഒരു അച്ഛനെ അറസ്റ്റ് ചെയ്തു. എന്താ വെച്ചാൽ അച്ഛൻ ഓഫീസ് കോൾ എടുത്തതാണ്, കുട്ടി ബാക്കില് ബേബി സീറ്റിൽ ഇരിക്കണ്ടായിരുന്നു. വണ്ടി നിർത്തി, പുള്ളി ഇറങ്ങിപ്പോയി. പുള്ളിയുടെ ജോബ് പ്രശ്നത്തിലായിരുന്നു. പുള്ളി ഇറങ്ങിപ്പോയി, കുട്ടി എൻ്റെ ഉള്ളിലിരുന്നു, മരിച്ചു ആ കുട്ടി. അപ്പൊ ഇത് ഈ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രീം കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാക്കി ഇരിക്കുന്നത് എന്താന്ന് നമ്മൾ ഓർക്കൂല. ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആയിരിക്കുന്നത്, മറന്നുപോയി. അങ്ങനെ ദെൻ ഒരു 3 ടിപ്പ് പറയുകയാണ് അദ്ദേഹം. ഫിനിഷ് ദ ടാസ്ക് ആൻഡ് ദെൻ മൂവ് ടു ദ നെക്സ്റ്റ്. റിമൂവ് ഓൾ ദ ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്പ്, ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുക. ദെൻ അൺഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ്, ഫോണിലെ നോട്ടിഫിക്കേഷൻ എപ്പോഴും നമ്മൾ ഈ തോണ്ടി വിളിക്കുന്നതൊക്കെ ഇനി അടിച്ചുകൊണ്ടിരിക്കും. നോ 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 നോ, ദിസ് ഇസ് നോട്ട് ഗുഡ്. ഇത് ഈ 3 മാറ്റിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നോ, ഫസ്റ്റ് യു പ്രയോറിറ്റൈസിങ്. ഒരു 5 കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ള എഴുതി വെക്കുക, ഹൈ പ്രയോറിറ്റി കാര്യങ്ങൾ. ദെൻ ഒരു 5 നോൺ പ്രയോറിറ്റി കാര്യങ്ങൾ എഴുതുക, ഇത് ചെയ്യാം. ദെൻ ഇഫ് സപ്പോസ് യു ഫീൽ വെരി ലോ, വെരി സാഡ്, വെരി ഡിജക്റ്റഡ്, ടേക്ക് എ ബ്രേക്ക്, ഡോണ്ട് ക്വിറ്റ് ആൻഡ് വർക്ക് ഇൻ ടൈം ബ്ലോക്സ്. അടുത്തത് പറയുന്നത്, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാവും. ഒരു ഡെയിലി റുട്ടീൻ നമുക്ക് വേണം.
ഇന്ന് എന്ത് ചെയ്യും എന്ന് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടാവണം. ഇന്ന ദിവസമാണെങ്കിൽ ഇന്ന ദിവസമാണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത്, ഇന്ന ദിവസമാണ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇന്ന ദിവസമാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. മറ്റു ദിവസങ്ങളിൽ ക്ലയൻസിനെ കാണുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാം. സീക്രട്ട് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ പറഞ്ഞു ഡെയിലി റുട്ടീൻ ആണെന്നുള്ളത്. അപ്പം 5 AM റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ ഇത് മാത്രമാണ് പറയുന്നത്. റോബിൻ ശർമ്മ പറയുന്നത് 5 മണിക്ക് എണീറ്റോളൂ, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. ജീവിതത്തിലെ പ്ലാനിങ്ങും എക്സർസൈസും റീഡിങ്ങും എവ്രിതിങ് ഷുഡ് സ്റ്റാർട്ട് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. ടു ചേഞ്ച് ഹൂ യു ആർ, ചേഞ്ച് വാട്ട് യു ഡു. അതാണ് പറയുന്നത്. ചേഞ്ച് വാട്ട് യു ഡു എവറി ഡേ. നമ്മൾക്ക് സമൂലമായിട്ടുള്ള ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫിനെ നമ്മൾ ചെയ്യുന്നത് എവറി ഡേ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുക. ലിയോ ടോൾസ്റ്റോയുടെ സ്റ്റോറി ഇവിടെയാണ് വരുന്നത്. ദെൻ ലേൺ ടു സേ നോ. എല്ലാ കാര്യങ്ങളും എല്ലാ റിക്വസ്റ്റുകളും നമ്മൾ എടുക്കാതിരിക്കുക. ഹാഫ് ഓഫ് ദ ട്രബിൾസ് ഇൻ ലൈഫ് ഈസ് ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സേ നോ. നമ്മൾ പറ്റാത്ത കാര്യങ്ങൾ എടുത്ത് നമ്മളെ പ്ലേറ്റിൽ നിരത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല ലൈഫിൽ ട്രബിൾസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡോണ്ട് വർക്ക് 24/7. 20 വർഷത്തിന് ശേഷം നമ്മുടെ മക്കൾ മാത്രമേ ഓർക്കുള്ളൂ നമ്മൾ ലേറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്തിരുന്നു എന്ന്. അതുകൊണ്ട് ആരും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ചില ആൾക്കാർ മോർ ടൈം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യും, അത് അവർക്ക് ഒരു ഈഗോ ബൂസ്റ്റ് കിട്ടും. ഒരു ഈഗോ ബൂസ്റ്റിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് തിങ്സിലാണോ വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സ്റ്റോക്ക് എടുക്കുക. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണോ? Am I going to get result, or am I working on something that is utterly useless and spending my time, whiling away my time? Am I doing that? എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് മോസ്റ്റ് റിസൾട്ട്സ് കിട്ടുക? ഓർ ആം ഐ ജസ്റ്റ് ബീങ് ബിസി എന്ന് ഇടയ്ക്കൊന്ന് കണക്കെടുക്കുക. നമ്മുടെ ഇൻവെന്ററി ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ള ടോപ്പിക്സ്. താങ്ക് യു സോ മച്ച്. ഉഷ. താങ്ക് യു ചേച്ചി. തീർച്ചയായിട്ടും ഒരു അബ്സ്ട്രാക്ട് ചേച്ചി പറഞ്ഞതിൽ നിന്ന് ഓഡിയോ കേൾക്കാത്തവർക്കും ഒരു ക്ലാരിറ്റി കിട്ടി എന്തായാലും. നൗ ഡോക്ടർ ശ്രീലേഖ. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്തത് ഒരു നല്ല ടൈമാണ്. ഞാൻ ബുക്കിന്റെ പേരായാലും നമുക്ക് സൂട്ടബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളില്ലേ, കേൾക്കാമോ? കേൾക്കാം. ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാ ബുക്സിന്റെയും ആണ് എനിക്ക് തോന്നിയത് നമ്മള് ഇത് ഫ്രോക്സിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ലേസിനെസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത്. എനിക്ക് തന്ന പോർഷനില് ആദ്യത്തെ തന്നെ കോട്ട് എന്ന് പറഞ്ഞാൽ വിസ്ഡം ഈസ് നോയിങ് വാട്ട് ടു ഡു. നെറ്റിന്റെ പ്രോബ്ലം ആണോ അതോ കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കും. അടുത്ത എന്താണ് വിസ്ഡം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, അതായിരിക്കും. ഇപ്പൊ അത് പറഞ്ഞത് നല്ല ക്ലാരിറ്റിയോട് കൂടി കേട്ടു. ഞാൻ എന്റെ അടുത്തേക്ക് കുറച്ച് വെച്ചതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ് കേട്ടോ ഡോക്ടറെ. ഓക്കെ. ഇപ്പൊ വിസ്ഡം ഇസ് നോയിങ് വാട്ട് ടു ഡു നെക്സ്റ്റ്, സ്കിൽ ഇസ് നോയിങ് ഹൗ ടു ഡു ഇറ്റ്, ആൻഡ് വെർച്യു ഇസ് ഡൂയിങ് ഇറ്റ്. ഇതാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മൾ 42ാമത്തെ ബുക്കിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ കവർ ചെയ്തതെല്ലാം ആ കോട്ടിലുണ്ട്. അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതാണ് വിസ്ഡം. അത് നമ്മൾ ഇതുവരെ വായിച്ച ബുക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഹൗ ടു ഡു ഇറ്റ്, അത് എങ്ങനെയെന്ന് അറിയുന്നതാണ് സ്കില്ല്. എന്നിട്ട് ഈ ബുക്കാണ് പറയണത് വെർച്യു ഇസ് ഡൂയിങ് ഇറ്റ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ടേക്ക് ആക്ഷൻ എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണ് ആർട്ട് ഓഫ് ലേസിനെസ്. അത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ബുക്കില് പെർഫെക്ഷനിസം ഒരു ഡിസീസാണ്, അതുപോലെ പ്രോകാസ്റ്റിനേഷൻ ഒരു ഡിസീസാണ്. പക്ഷെ ആക്ഷൻ ഇസ് ദ ക്യൂർ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചോളം നമ്മളൊരു മടിക്ക് കാരണം വിചാരിക്കുന്നതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം വെയിറ്റ് ചെയ്യുന്നു. ആ ടൈം പക്ഷെ ഇപ്പോഴാണ്, നൗ ഇസ് ദ ടൈം എന്നാണ് പറയുന്നത്. ആ ഒരു ചൈനീസ് പ്രോവർബില് നമ്മളൊരു മരം നടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം 20 years ബിഫോർ ആണ്.
പിന്നെ നെക്സ്റ്റ് ടൈം ഇസ് നൗ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നതിന്റെ ബെസ്റ്റ് ടൈം നൗ ആണ്. അതിനെ ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫോഴ്സ് ചെയ്ത് പറയുന്ന ഒരു ബുക്കാണ് ഇത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ എനിക്ക് ഇത്രയും വായിച്ചതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ട് തോന്നിയത്, നമ്മൾ ആ പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മളത് ചെയ്യുക. എന്ത് കാര്യം നമ്മൾ പെർഫെക്റ്റ് ആവണത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോ ഒരു നല്ല റൈറ്റർ ആവണമെങ്കിൽ എന്നും എഴുതിക്കൊണ്ടിരിക്കുക, നല്ലൊരു പെയിന്റർ ആവണമെങ്കിൽ എന്നും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്നും ചെയ്യുന്ന പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പൊ എന്നും അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് അങ്ങനെ ആയി തീരുക എന്നുള്ളതാണ് അതിനെയൊക്കെ റീഎൻഫോഴ്സ് ചെയ്യുന്നത്. ശരിക്കും ഒത്തിരി ഇൻസ്പയർ ചെയ്തിരുന്നു ഈ ബുക്ക്. പിന്നെ ഇതിലും എനിക്ക് വന്ന പോർഷൻസിൽ പറയുന്നത്, ശരിക്കും പറഞ്ഞാല് ഒറ്റ അടിക്ക് വായിച്ചു തീർത്തു കേട്ടോ. ഞാൻ ഇതുവരെ ഒരു ബുക്കും ഒറ്റ സ്ട്രെച്ചിന് വായിച്ചിട്ടില്ല. ബിക്കോസ് എവറിത്തിങ് ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഈ ബുക്കിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു കഴുതയുടെ കഥ പഠിച്ചിട്ടുണ്ടല്ലോ. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു അച്ഛനും മോനും കഴുതയെ വാങ്ങി കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ എല്ലാ നാട്ടുകാരിലെയും നാട്ടില് അവര് ചെറുപ്പത്തിൽ കേട്ട സ്റ്റോറീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ആ കഥ നമ്മളും വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വായിച്ചപ്പോഴാണ് കഴുതയായിട്ട് അച്ഛനും മോനും നടക്കുമ്പോ ഒരാള് പറയും വെറുതെ എന്തിനാ നടത്തിക്കൊണ്ട് പോണേന്ന് പറയും. അപ്പൊ രണ്ടുപേരും അതിൽ കയറുമ്പോ പറയും പാവം കഴുതാന്ന് പറയും. അപ്പൊ മോന് കയറ്റുമ്പോഴത്തേക്ക്, അപ്പൊ നമ്മള് മറ്റുള്ളവര് പറയുന്നത് മാത്രം കേൾക്കാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ മാത്രമാണ്. നമ്മളൊരു കോട്ട് പറയില്ലേ, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കുരയ്ക്കുന്ന പട്ടിക്ക് നേരെ കല്ലെറിയാൻ നിന്നാൽ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തില്ല എന്ന്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുടെ ഇൻസൈറ്റ്സ് ഇവര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വറിയിങ്ങിന്റെ ഒരു കാര്യം പറയണ്ട്, നമ്മള് വറി ചെയ്ത് സമയം കളയരുത്. ബിക്കോസ് വറിയിങ് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യരുത്. അതിന് പകരം നമ്മൾ ആക്ഷൻ എടുക്കുക. അപ്പൊ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ കൺട്രോൾ എന്ന് വെച്ചാൽ അതിന് വേണ്ട ആക്ഷൻ എടുക്കുക. ഇപ്പൊ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് വറീഡ് ആണെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതിനെ കുറിച്ച് വറി ചെയ്യാതിരിക്കുക. അതിന് നമ്മൾ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മൾ എന്താ പറയാ പറയില്ലേ, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് ഒരു കോട്ടെ ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മടി പിടിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, എപ്പോഴും നമ്മുടെ ഒരു ഈസി ലൈഫ് ഉണ്ടാക്കുന്നത് ഹാർഡ് ചോയ്സസ് ആണ്. നമ്മുടെ ചോയ്സസ് ആണ് നമ്മളെ എപ്പോഴും ഏത് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചോയ്സസ്. അപ്പൊ നമ്മൾ ഹാർഡ് ചോയ്സസ് എടുക്കുമ്പോഴാണ് ലൈഫ് കുറച്ചും കൂടി ഈസി ആവുക. അപ്പൊ എപ്പോഴും കംഫർട്ട് സോണിന്ന് ബ്രേക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതിലൊരു കോട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, കോൾഡ് വാട്ടർ ഡസൻ ഗെറ്റ് വാർമർ ഇഫ് യു ജംപ് ലേറ്റ്. അത് ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ സംഭവമാണ്, പക്ഷെ അത് ഭയങ്കര മീനിങ് ആണ്. അതായത് നമ്മളത് ഒരു കാര്യം ചെയ്യാൻ മടിച്ചിരുന്നത് കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ അതിന്റെ ആവശ്യകത മാറുന്നില്ല, വെള്ളത്തിന്റെ തണുപ്പ് മാറാൻ പോകുന്നില്ല. അപ്പൊ അതുപോലെ നമ്മൾ എത്ര ഡിലേ ആക്കുന്നത് നമുക്ക് നഷ്ടം. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഹാർഡ് ആയിട്ടുള്ള കാര്യം, അതായത് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടി കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് നമ്മളുടെ പിക്ചർ യുവർ സെൽഫ്. നമ്മള് മടി തോന്നുന്ന സമയത്ത് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരണം അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും ഹാർഡ് ചോയ്സ് എടുത്ത് കുറച്ചും കൂടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെറ്റർ പൊസിഷനിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ മടീനെ മാറ്റാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മള് ജാപ്പനീസ് ടെക്നിക്ക്, നമ്മൾ ഇക്കിഗൈ ആണ് ഫസ്റ്റ് ബുക്ക് വായിച്ചത്, അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സോ താങ്ക്ഫുൾ ദാറ്റ് ഐ കുഡ് റീഡ് ദിസ്. ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്തിരുന്നത് അതിപ്പോ നമ്മള് ന്യൂ ഇയറിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദിശയുടെ ഫൗണ്ടേഷൻ ആയിട്ട് ഈ ബുക്ക് എടുത്തു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും എല്ലാവർക്കും ഇൻസ്പിറേഷനും ഇൻസൈറ്റും തരുന്നതാണ്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇത് പലപ്പോഴും വായിച്ചിട്ടുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു ഡോക്ടറെ. പിന്നെ നമ്മളൊരു റിക്വസ്റ്റ് തുടക്കത്തിൽ ചോദിച്ചിരുന്നു, ഡോക്ടർക്ക് പ്രാക്ടിക്കലി ഡോക്ടറുടെ മടി മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ടിപ്പും കൂടി. ആക്ച്വലി അത് പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നു എന്താന്ന്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ
എന്റെ കംഫർട്ട് സോൺ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യാൻ നോക്കും, കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ നോക്കും. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് വരുന്നത് കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെന്റലി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഈ പറഞ്ഞോണം മ്യൂസിക് ഒക്കെ കേൾക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഒട്ടും വൈകിലും ഞാൻ ചിലപ്പോൾ പുറത്തു പോകും, ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമോ. ചോക്ലേറ്റ് എനിക്ക് ഒത്തിരി എന്റെ മെന്റൽ സ്ട്രെസ് കുറച്ച് എനിക്ക് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് തരുന്നതാണ്. അപ്പൊ ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നല്ലതല്ലെന്ന് പറഞ്ഞാലും എനിക്കത് ആ മടി മാറ്റാൻ സഹായിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. നൗ ദ ലാസ്റ്റ് പോർഷൻ. അഞ്ജു. അഞ്ജു ഉണ്ടല്ലോ? അഞ്ജുനെ കാണാനില്ലല്ലോ. ഉണ്ട് ഉണ്ട്, AC എന്ന് പറഞ്ഞിട്ടുണ്ട്. AC എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, യെസ്. ബൈ ദ ടൈം വേറെ കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ മടി മാറ്റാനുള്ള, എനിക്കിത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്ന ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ. യെസ്, ജോജി സർ പറയാനാണോ മ്യൂട്ട് ചെയ്തേ? ഇല്ല. എന്നാ ആലിസ് മാഡം പറഞ്ഞോളൂ, ഞാൻ അപ്പത്തേക്ക് അഞ്ജുനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ ഉഷ. എനിക്ക് ബുക്ക് വായിച്ചില്ല, പക്ഷെ എല്ലാവരുടെയും ഓഡിയോ കേട്ടു. എല്ലാവരും നല്ല രീതിയിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ വായിച്ച ഒരു പ്രതീതി തന്നെയായിരുന്നു. അവരുടെ അനുഭവങ്ങളും കൂടെ കൂട്ടിച്ചേർത്താണ് ഡോക്ടർ ശ്രീലേഖ പറഞ്ഞ പോലെ ഓരോന്നും പറഞ്ഞിരുന്നത്. അപ്പോഴേക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അഞ്ജു വന്നിട്ടുണ്ടല്ലോ, അഞ്ജു ഉണ്ട്. ഓക്കെ, അഞ്ജു പറയട്ടെ. ഹലോ, നമസ്കാരം. യെസ് അഞ്ജു. എല്ലാവരുടെയും ടോക്സ് കേൾക്കുമായിരുന്നു. അപ്പം എല്ലാവരും എന്താ പറയാ, വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാര്. ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഉഷ എന്നെ വിളിച്ച് ഈ ലേസിനെസ് എന്ന് പറഞ്ഞ ബുക്ക്, ആർട്ട് ഓഫ് ലേസിനെസ് അഞ്ജു വായിക്കും ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഉഷ എനിക്ക് പറ്റിയ ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ ഉഷേനോട് ഓ ശരി ഞാൻ വായിച്ചോളാം. അപ്പൊ ഏതാ അഞ്ജുന് വായിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞു ടെക്നിക്സ് വായിച്ചോളാം എന്ന്. കാരണം എനിക്കും വേണ്ടത് ഈ ടെക്നിക്സ് ആണ്. കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ലേസി ആളാണെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഇപ്പൊ ഫാമിലി കാര്യങ്ങളായിട്ട് മക്കളൊക്കെ ചെറുതായതുകൊണ്ട് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ബിസി തന്നെയാണ്. എന്നാലും പണ്ട് കുറെ സമയത്ത് വളരെ ലേസി ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു പുസ്തകം ഭയങ്കര ഒരു ഐ ഓപ്പണർ തന്നെയാണ്. അപ്പൊ ഈ ടെക്നിക്സ് കുറെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പം ഈ രഞ്ജിനി മാഡം ഒക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതായത് നമ്മള് ഒരു മിഡിയോക്കർ ലൈഫ് ലീഡ് ചെയ്യാതെ എപ്പോഴും ഈച്ച് ആൻഡ് എവറി ഡേ നമ്മള് സ്ട്രഗിൾ ചെയ്ത് വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വളരെയധികം മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ഉഷ പറഞ്ഞ കുറെ ടിപ്സ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ലേസിനെസ്സിനെ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേമാതിരി പിന്നെ ഞാൻ വായിച്ച പോർഷനിലുള്ള മറ്റേ ജാപ്പനീസ് ടെക്നിക്സ്, ഇപ്പൊ ഈ ജാപ്പനീസ് ടെക്നിക്സ് ഒക്കെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ശരി ഇക്കിഗായൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തും പറയുന്നുണ്ടല്ലോ ഈ ജാപ്പനീസ് പീപ്പിൾ ഓവർ വർക്ക് കാരണം അവര് പലരും ഓഫീസിൽ തന്നെ ഇരുന്ന് ഓവർ പ്രൊഡക്ടിവിറ്റിയാണ് ആ നേഷന്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഓവർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അത്യാവശ്യം ഒരു ഇതില് എല്ലാവരും നമ്മളെല്ലാവരും മടി കളഞ്ഞ് എത്തിയ നമ്മളുടെ നേഷൻ തന്നെ ഒരു നല്ല, ഇപ്പൊ ജപ്പാൻ ഏഷ്യയിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി. അതേമാതിരി നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കും അവരുടെ ആ ഒരു രീതി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾക്കും എത്താൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. പിന്നെ ഇതേപോലെ മറ്റേ അതിനകത്ത് പറയുന്ന ഈ 2 day റൂള്, അപ്പൊ
എന്ത് കാര്യങ്ങളും നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ നിർത്തിവെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് തോന്നും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എക്സസൈസ് നിർത്തി തൽക്കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ ലാസ്റ്റിൽ പറയുന്നുണ്ട് വേക്കപ്പ്. അപ്പൊ ആ വേക്കപ്പ് വായിക്കുമ്പോൾ ഞാൻ തന്നെ ഉള്ളിൽ കുറച്ച് വേക്കപ്പ് ആവുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ കുട്ടികള് കാര്യങ്ങള് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബിസി ആയാലും ഇടയിൽ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി എൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എപ്പോഴും വിചാരിക്കുമെങ്കിലും ഈ പ്രോക്രാസ്റ്റിനേഷൻ കാരണം അതിങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഈ ബുക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്, എത്രയോ മുന്നോട്ടേക്ക് പോവണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ലെസൺ. ഇതെന്നെ വായിക്കാൻ ഏൽപ്പിച്ച ഉഷയ്ക്കും വളരെയധികം താങ്ക്സ്, ആലിസ് മാമിനും താങ്ക്സ് പറയുന്നു. പിന്നെ ഇതിൽ ഓരോ പാർട്ടും നന്നായി പറഞ്ഞു തന്ന എല്ലാവർക്കും, ഡോക്ടർ ശ്രീരേഖ, രഞ്ജിനി ചേച്ചി, എല്ലാവരോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു അഞ്ജു. കാരണം നമ്മുടെ നോയിങ്ങും നമ്മുടെ ഡൂയിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ പല ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ബുക്ക് ക്ലബിലൂടെ ആണെങ്കിലും നമ്മുടെ ദിശ എന്ന് പറയുന്ന പുതിയ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഈ ഫ്രൈഡ് ഐറ്റംസിനോടും ഈ പപ്സ്, സമൂസ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡിനോടും നമുക്ക് പാലസ് മേഡം ഞങ്ങളും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യായിരുന്നു. അതൊന്നും വാങ്ങിക്കാൻ തന്നെ ഇപ്പൊ തോന്നണില്ല. കാരണം എന്താ പറയുക, അത് ഹെൽത്തി അല്ലല്ലോ. നേരത്തെ അറിയായിരുന്നു അത് ഹെൽത്തി അല്ലാന്ന്. ബട്ട് വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ അവെയർ ആൻഡ് വി ആർ ഇംപ്ലിമെന്റിങ് ഓൺ അവർ സെൽഫ്. ആ ഒരു ചേഞ്ച് എന്തായാലും ഈ ആർട്ട് ഓഫ് ലേസിനെസ്സും ഇതിന് തൊട്ട് മുമ്പത്തെ ബുക്ക് ക്ലബ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. താങ്ക് യു അഞ്ജു. ഒരുപാടധികം ഷോർട്ട് ടെക്നിക്സ് നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി, അതായത് ആ ബുക്ക് മറച്ചു വായിക്കുന്നതിലും എളുപ്പമായിട്ട് വളരെ ഷോർട്ടായിട്ട് ആ ഓഡിയോയിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു. ഓവർ ടു ആലിസ് മാം. ഉഷ, ഇപ്പൊ ഉഷ പറഞ്ഞു നിർത്തിയ പോലും അഞ്ജു പറഞ്ഞു നിർത്തിയ പോലെ ഇത് ഈ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും വളരെ കാര്യമായിട്ട് ബുക്ക് വായിക്കുന്നത് തോന്നിയില്ല. പിന്നെ ബുക്ക് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബുക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ബുക്കുകൾ എനിക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ബുക്ക് ചിലതൊക്കെ ഞാനിത് ഈ ബുക്ക് നമ്മുടെ ബുക്ക് ക്ലബിൽ വായിച്ചു കഴിഞ്ഞിട്ടാണ് ബുക്ക് വാങ്ങിക്കാറ്. കാരണം അത് വാങ്ങിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഒരിക്കലും ഇത് എല്ലാം അവർ നല്ല ക്ലാരിറ്റിയോട് കൂടി, കുറച്ചല്ലേ ഉള്ളൂ, എല്ലാവരും കുറേശ്ശെ 4 പേരല്ലേ ഉള്ളൂ, 4-5 പേര്, 4 പേരാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ്സ് എല്ലാം നമുക്ക് ബുക്ക് വായിച്ചപ്പോ കിട്ടിയ ഒരു അവയർനെസ്. പക്ഷെ ഞാൻ ഈ ബുക്കിലേക്ക് കൂടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ലേസിനെസ് നല്ലതാണ്. കുറച്ചൊക്കെ ലേസിനെസ് നല്ലതാണെന്ന് നോക്കാൻ നമുക്കൊരു ഡീക്ലട്ടറിങ് ഓഫ് മൈൻഡ്. അപ്പം നമ്മുടെ ഇപ്പൊ ലേസിനെസ് എന്ന് പറയുമ്പം ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മടിയാകുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ സമയത്ത് നമുക്ക് അത് ഒരു ചേഞ്ച് ആക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സൊന്ന് ഡീക്ലട്ടർ ചെയ്തിട്ട് ഈ ലൈബ്രറി സെറ്റപ്പ് എന്ന് പറഞ്ഞല്ലോ, അതുകൂടി ഒന്ന് റിലേറ്റ് ചെയ്ത് എനിക്ക് തോന്നി. കാരണം നമ്മൾ പുതിയ ആശയങ്ങൾ, പുതിയ ബുക്കുകളൊക്കെ വരുമ്പം ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറിയിൽ പഴയ ബുക്കുകളൊക്കെ അകത്തോട്ട് പോകും. പുതിയതാണ് പിന്നെ അവിടെ വന്നിരിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ന്യൂ ഐഡിയാസ് നമ്മുടെ മനസ്സൊന്ന് ഡീക്ലട്ടർ ചെയ്തിട്ട് ന്യൂ ഐഡിയാസ് അവിടെ കയറ്റി വെക്കാനായിട്ടും കൂടി നമുക്ക് ഈ ലേസിനെസ്സിനെ കുറിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സെൽഫ് കെയർ. ഈ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ടും കുറച്ചൊക്കെ ലേസിനെസ് ആകാം. മനുഷ്യര് ഹാർഡ് വർക്ക് ചെയ്യുകയും ആ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും, പ്രൊഡക്ടിവിറ്റീനെ മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പം നമുക്ക് ഒരു റെസ്റ്റ് കിട്ടൂല. ഈ എന്താ പറയാ, ഈ ലേസിനെസ്സിനെ ഒരു റെസ്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ആ റെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലേസിനെസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഒന്നുപോലെ വെറുതെ ഇരിക്കുക, ലേസിയാന്ന് തോന്നി, കുറച്ച് പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പറ്റില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ തന്നെ കുറച്ച് ഐഡിയാസ് മനസ്സിൽ കിട്ടും. ഇത് ചെയ്യാം, ഇത് പറയാം, അല്ലെങ്കിൽ ഇത് എഴുതാം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ആ ലേസിനെസ്സിനെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റീവ് ലൈനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ലേസിനെസ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആ ലേസിനെസ് തോന്നുന്ന സമയത്ത് നമുക്കത് പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുവരാം.
അതാണ് ഇത് എല്ലാവരുടെയും ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. പിന്നെ എന്നുള്ളത് ഈ നോ പറയാൻ പറ്റാത്തത് ശരിയാണ്. നമ്മുടെ ഒരുപാട് വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഡള്ളായി പോകും. ഡള്ളായി പോകുമ്പോൾ നമ്മൾ ലേസിനെസ്സിലേക്ക് പോകും. അപ്പൊ നമ്മൾ തന്നെ നമുക്കൊരു ബൗണ്ടറി നിശ്ചയിച്ച് ഇന്നതൊക്കെയാ നമ്മൾ ചെയ്യുക, ഇന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഈ ലേസിനെസ്സിനെ മാറ്റിവെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. രാത്രി 12 മണി വരെ ഇരുന്ന് ചെയ്യാനേ എനിക്ക് ഇഷ്ടമാണ് ചില കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ദിശയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ടോപ്പിക്ക് ഉഷ ഇന്നും നാളെ മാഡം ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ അത് തേടി പിടിച്ച് എൻ്റെ അടുത്തുള്ള ബുക്കുകളൊക്കെ എടുത്ത് ഇതിനോട് സാമ്യമുള്ള ബുക്കുകളിൽ നിന്നൊക്കെ സെന്റൻസുകളൊക്കെ പെറുക്കി കൂട്ടി എനിക്ക് ആ ഒരു നല്ല സന്തോഷം കിട്ടുന്ന കാര്യമാണത്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നു. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ നമ്മൾ നോ യുവർ സെൽഫ്, ആ സെൽഫ് അവയർനെസ് അത് നമ്മളെല്ലാവർക്കും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ലേസിനെസ്സിനെ മാറ്റി നിർത്താനും പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രഞ്ജിനി പറഞ്ഞ പോലെ നടക്കാൻ പോകുന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി എനിക്കൊരു മടുപ്പ് വരുമ്പോ ഞാൻ എൻ്റെ ഗാർഡനിലോട്ട് പോയിട്ട് 2 ചെടികളെയൊക്കെ ഒന്ന് ശരിയാക്കി കഴിയുമ്പോൾ എനിക്ക് ആ ഒരു മാറ്റം എനിക്ക് എന്നിൽ തന്നെ വരും. അപ്പൊ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ്. ആ ലേസിനെസ്, ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലേസിനെസ് മാറ്റാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കാം. അതാണ് അവിടെ ഒരു എന്താ പറയാ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. അത്രയും ഇൻഫോർമേറ്റീവ് തന്നെയല്ല, അതൊരു നമ്മൾ ഈ ആർട്ട് ഓഫ് ലേസിനെസ്സിന് ഒരു വേറെ മുഖം കൊടുത്തിട്ടാണ് അതിനകത്ത് എല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പം ഡോക്ടർ ശ്രീലേഖ പറഞ്ഞ പോലെ നമ്മൾ വായിച്ച ബുക്കുകളുടെ ഒക്കെ ഒരു അംശങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമ്മളെടുത്ത ബുക്കുകളെ പറ്റി നമുക്ക് തന്നെ ഒരു മതിപ്പ് തോന്നും. ഓക്കെ, താങ്ക് യു ഉഷ. താങ്ക് യു ആലിസ് മാം. അതാണ് ആലിസ് മാഡം ഇപ്പൊ പറഞ്ഞപ്പോ നമ്മൾ മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു, ബോർഡം ടു ഫ്രീഡം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബോർഡം ഉണ്ടെങ്കിൽ ആ ബോർഡത്തിൽ നിന്നാണ് നമുക്ക് വീട്ടില് ഫ്രീ തിങ്കിങ് വന്നിട്ട് ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ആ ഒരു ബോർഡവും ഫ്രീഡവും ലേസിനെസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ മാഡം പറഞ്ഞില്ലേ, മാഡത്തിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുഴപ്പമില്ലാന്ന്. ബേസിക്കലി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കാണ് നമുക്ക് മടി വരണേ അല്ലെ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരും പറയും വേണ്ട, ആരും മോട്ടിവേറ്റ് ചെയ്യും വേണ്ട, നമ്മളതങ്ങ് ചെയ്യും. പക്ഷെ നമുക്കത് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിനാണ് നമുക്ക് മടി പിടിക്കണേ. അപ്പൊ ഇനി ഈ കേട്ടോണ്ടിരിക്കുന്നവരോടുള്ള ചോദ്യം ഇതാണ്, നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് ഇഷ്ടമില്ല, പക്ഷെ വി നീഡ് ടു ഡു. മടി പിടിക്കാതെ നമ്മൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ടിപ്പാണ് ചോദിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അഭിപ്രായം തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കേൾക്കാവോ? ഞാൻ പറഞ്ഞതാണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണമെന്ന്. അതിന്റെ പോർഷനാണ് നമ്മുടെ ഇത് പറയുന്നത്, ഡെലിഗേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ തന്നെ എല്ലാ കാര്യം ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാം. അപ്പൊ ആ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാം, നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ഹെൽപ്പ് എടുക്കാം, ഔട്ട്സോഴ്സ് ചെയ്യാം, കട്ട് ചെയ്ത് തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതേ അതിന് ഓപ്ഷൻ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെ ചെറിയൊരു റിവാർഡ് കൊടുക്കാം. ആ കഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്തുകൊണ്ട് വേദനയ്ക്കൊരു വേതനം എന്നുള്ള രീതിയിൽ ചെറിയൊരു റിവാർഡ് കൊടുക്കാം. ഇപ്പൊ ഒരു 15 മിനിറ്റ്സ് സോഷ്യൽ മീഡിയ കണ്ടോളൂ, നോ പ്രോബ്ലം, അങ്ങനെ നമുക്ക് വെക്കാം. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ചിലപ്പോൾ നമ്മൾ തൊട്ടുപോയ അരമണിക്കൂർ പോയി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ശരി, ഈ പണി ചെയ്ത് ഫിനിഷ് ചെയ്തോ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, 15 മിനിറ്റ്സ് കണ്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനത്തെ ചെറിയ ചെറിയ റിവാർഡ്സ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ശ്രീലേഖ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയൊരു മിഠായി കഴിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെറിയ റിവാർഡ് കൊടുക്കാം. അതെ. ഓക്കെ. ബോബി സാറ് എന്തോ പറഞ്ഞോണ്ട്.
ആ ഞാൻ സോറി, വീഡിയോ ഓൺ ചെയ്യാനുള്ള സൗകര്യമില്ല, സോറി. ആ ആ അപ്പൊ ഞാൻ ചെയ്യുന്നത് ചില കാര്യങ്ങളില് എനിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ സോക്സ് ഒക്കെ തനിച്ചാ കഴിയുന്നത്, സോക്സും ടവലും ഒക്കെ. അപ്പോൾ അത് ട്രിവിയൽ ആയിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു മൈൻഡ്ഫുൾനെസ്സോടെ പൂർണ്ണ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് അത്ര ലാഘവമുള്ളതായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു വാട്ടവർ എന്ത് ചെയ്യുവാണെങ്കിലും പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ചെയ്യുമ്പോൾ അത് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. ഓഷിക്കുട്ടി, ഇതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്പ് ഉണ്ട്. പുള്ളി ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ അത് ആദ്യം ചെയ്യും. ഡു ഇറ്റ് ഫസ്റ്റ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം പഠിക്കും. എനിക്കിത് ഇഷ്ടമല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പഠിക്കാൻ താല്പര്യപ്പെടും, അത് ആദ്യം പഠിക്കും. ബിക്കോസ് അതായിരിക്കും ചോദ്യ പേപ്പറിൽ ആദ്യം വരിക. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡു ഇറ്റ് ഫസ്റ്റ്, ഈറ്റ് യുവർ ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപാടധികം ടിപ്പ്, നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയണേ, എല്ലാവരും ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്പുകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി ആരാ അടുത്തത് പറഞ്ഞു തരുന്നേ? കാരണം ഈ റിവാർഡ് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെ അസോസിയേഷന്റെ ഇതൊക്കെ ആയിട്ട് ഇന്ന് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ജോലികൾ, ഇപ്പൊ രഞ്ജിനി ചേച്ചിയുടെ ഒക്കെ അതാണ് ജോബ് എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മടുപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ അത് ടൈപ്പ് ചെയ്ത് റിപ്പോർട്ട് വിടുന്ന ദിവസം വിട്ട് കഴിയുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പരിപ്പുവട മേടിച്ച് കഴിക്കും. കാരണം ഇപ്പൊ അത് വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കും. വീട്ടിൽ വന്ന് ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ സേവ് ചെയ്യേണ്ടതാണ് കേട്ടോ. യെസ്. അപ്പോ നമുക്ക് ഫോർ ദ ടൈം ബീങ് ഇനി കുറച്ചും കൂടിയും ഒരു എന്താ പറയണ പ്രാക്ടിക്കൽ ലെവലില് എല്ലാവർക്കും ഇഷ്ടമുള്ള ഓഥറും സെക്കൻഡ് ടൈം ആണ് സെയിം ഓഥർ നമ്മൾ എടുക്കുന്നത്. സുധാമൂർത്തി മാമിന്റെ വൈസ് ആൻഡ് അതർവൈസ് എന്ന് പറഞ്ഞ ബുക്കാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാടധികം ജീവിതത്തിന്റെ ഏടുന്ന് എടുത്തിട്ടുള്ള ലൈഫ് സ്റ്റോറീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് മന്ത് മെന്റൽ ഹെൽത്ത് ഡേയും കൂടിയാണ് അന്ന് നമ്മൾ കേട്ടു തുടങ്ങാൻ പോകുന്നത്. കൂടാതെ പ്രചോദനയ്ക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മള് ഈ പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആശയം നമ്മളൊരു റിസർച്ച് പേപ്പർ ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ തുടക്കത്തിലാണ്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. കാരണം എങ്ങനെയാണ് ഈ ഒരു ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആശയം, കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. കൂടാതെ എഡ്യൂക്കേഷന്റെ ഉന്നത ഏറ്റവും ആ ഒരു പിരമിഡിൽ മുകളിൽ നിൽക്കുന്നത് നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ 90 to 100% ലേണിംഗ് നടക്കുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിൽ നടക്കുന്നുണ്ട്. സോ ഹൗ ദിസ് പ്രചോദന ബുക്ക് ക്ലബ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ബെറ്റർ ആക്കുന്നു എന്ന ഒരു ഇന്റർവെൻഷൻ ഈ ഒരു 42 ബുക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത മാസം ഇവിടെ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ട്. അതിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തും ഒരു ഗൂഗിൾ ഫോം വരും. അതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ബെനിഫിറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അത് മടി കൂടാതെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാനും ഈ ഒരു ഡാറ്റ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമുക്കൊരു പ്രസന്റേഷൻ ആക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് പേരിലേക്ക് ഈ ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആശയം, അത് ചെറിയൊരു ബാങ്കിന്റെ ഗ്രൂപ്പ് 10 പേരുടെ 20 പേരുടെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾക്ക് ഈ ഒരു ആശയം എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ഇൻസ്പിറേഷൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെങ്കിലും ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ബെനിഫിറ്റ് ഉള്ള പോലെ ഈ ബെനിഫിറ്റിന്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു പരിശ്രമം ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.